ബൺ മസ്കി ഇറാനി ചായയും കിട്ടുന്ന ഒരു സ്പോട്ട് കണ്ടാലോ? എടാ മറ്റേ ഇറാനി ചായയും ബൺ മസ്കി ഇല്ലേ, നമ്മുടെ ജംഗ്ഷനിലും വന്നിട്ടുണ്ട്, പോയി കഴിച്ചാലോ? അതിപ്പോ എല്ലാ സ്ഥലത്തും ആയടാ. അതൊരു ഒരുമാതിരി ഓവർ റേറ്റഡ് ആയി തോന്നുന്നില്ല. ഓവർ റേറ്റഡാ? എടാ ബൺ മസ്ക ഇറാനി ചായടാ. നല്ലൊരു ബണ്ണെടുത്ത് അതിനെ പാതി ഇങ്ങനെ കട്ട് ചെയ്യും, അതിൻ്റെ ഉള്ളിൽ ക്രീം തേച്ച് വെളിയിലും ക്രീം തേച്ച് അടച്ച് ഇങ്ങനെ എടുത്ത് കടിച്ചാൽ കടിക്കാൻ പാടില്ല. ഇറാനി ചായയുടെ കൂടെ മുക്കി കടിക്കും. അങ്ങനെ കടിച്ചാൽ. നീ കഴിച്ചിട്ടുണ്ടോ? ഇല്ല. പിന്നെ എന്തിനാ ഓവർ ഹൈപ്പ് കൊടുത്തിട്ടിരിക്കണം? നീ എന്ത് വേണമെങ്കിൽ പറഞ്ഞോ, പക്ഷെ ഞാൻ എഴുതി തരാം. ഇനി കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ നമ്മുടെ ചായനെയും കടികളിനെയൊക്കെ ഇത് റീപ്ലേസ് ചെയ്യും. വേണമെങ്കിൽ നിൽക്കും. ഇല്ല, മനസ്സിലായില്ല. എടാ, ഓരോ സീസൺ ഓരോ സാധനം വരും, അതിങ്ങനെ ട്രെൻഡാവും, ട്രെൻഡ് പോവും. എല്ലാ സമയത്തും ട്രെൻഡായിരിക്കുന്ന ഒരു സാധനം ഇതെന്ന് പറയാം. നീ അതിനെ സിമ്പിളായിട്ട് കമ്പയർ ചെയ്തിട്ട് ഓക്കെ റീപ്ലേസ് ചെയ്തു എന്ന്. എങ്ങനെയാടാ റീപ്ലേസ് ചെയ്ത്? എനിക്കൊന്നും പറ, മനസ്സിലായില്ല. അല്ല, നിന്റെ പേര് തെറ്റൊന്നും പറയുന്നില്ലടാ ഞാൻ. അതായത് നീ അതിനെ ഓക്കെ നന്നായിരിക്കാം, ചിലപ്പോൾ നീ പറഞ്ഞ പോലെ ഡിപ്പ് ചെയ്ത് കഴിക്കാൻ നന്നായിരിക്കാം. പക്ഷെ എടാ, കാലങ്ങളായിട്ട് കോൺസ്റ്റന്റ് ആയി നിൽക്കുന്ന ഒരു സാധനത്തിന്റെ ടോപ്പിൽ നിൽക്കുന്ന ഒരു സംഭവമാണ് ചായ. അതിന് നീ സിമ്പിളായിട്ട് നീ ഒന്നും വേണ്ട, ഒരു ഈവനിങ് ടൈം, ഇതുപോലൊരു ടൈം പിള്ളേരെല്ലാവരും കൂടെ കൂടി ഒരു കടയിൽ പോയിട്ട് ചിലർക്ക് മധുരം കൂട്ടി, മധുരം കുറച്ച്, കടുപ്പം കൂട്ടി, കടുപ്പം കുറച്ച്, പാലില്ലാതെ പാലൊഴിച്ച്, പാല് കൂട്ടി, അങ്ങനെ പല വെറൈറ്റിയിൽ കിട്ടുന്ന ഒരു സാധനമാണ് ചായ. അതിൻ്റെ കൂടെ സൈഡ് നമുക്ക് ഉഴുന്നുവട, പരിപ്പ് വട, പോണ്ട, വാഴക്ക് ബജി, ഉള്ളിവട, പഴംപൊരി, മുളക് ബജി, സുഖിയ ഇലയട. ചായ കുടിക്കാൻ പോകാനോ?